നാളെയാണ് ഫസ്റ്റ് കീമോ എങ്കിൽ ഇന്ന് ഞാൻ രേണു നമ്മൾ സംസാരിക്കുന്നുണ്ട് വാട്സപ്പ് വഴി. അപ്പോൾ വാട്സപ്പ് വഴി രേണു എനിക്ക് ഇന്ന് വാട്സപ്പിൽ ഫുള്ളിട്ടതും ഈ പറയുന്ന ബിഷപ്പിനെ പറ്റിയിട്ടുള്ള അനാവശ്യമുള്ള കാര്യങ്ങളും കൂടാതെ അദ്ദേഹത്തെ തെറിവിളിക്കൽ ബിഷപ്പിന്റെ മനസ്സിൽ കിച്ചുവിനെ പറ്റിയുള്ള അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ബിഷപ്പ് ഇത്രയും വലിയ രീതിയിൽ സംസാരിക്കണമെങ്കിൽ ബിഷപ്പിന് തീർച്ചയായിട്ടും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഈ അച്ഛനെ അയാളെന്നൊക്കെ പറയാം എന്ത് മോശമായിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ അച്ഛൻ അവർക്കെതിരെ നോട്ടീസ് അയച്ചു. എന്തിനായിരുന്നു നോട്ടീസ് അയച്ചത്? അവർക്ക് ഈ വീട് കൊടുത്തതിൽ ലജ്ജിക്കുന്നു, അവരിപ്പോ ഈ കിടന്ന് കാറ്റിക്കൂട്ടുന്ന എന്ന് ഏത് ലെവലിൽ അന്ന് കിച്ചുവിനൊന്നും പറ്റി പറഞ്ഞില്ല. അച്ഛൻ പറയുന്നുണ്ട് കിച്ചു അവരെ സപ്പോർട്ട് ചെയ്തോട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ, അവരെ ദൈവത്തിന്റെ ഒരു പുത്രി എന്ന നിലയിലൊക്കെ സ്വീകരിച്ചോട്ടെ. പക്ഷെ അതിനു വേണ്ടി അവരുടെ സിമ്പതി കിട്ടാൻ വേണ്ടി, അവരുടെ സ്നേഹം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒന്നും അറിയാത്ത ഈ ഒരു കിച്ചുവിനെ ചവിട്ടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അങ്ങനെ എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. ഈ ഒരു സംഭവം പറയാൻ പോകുന്നത് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. അതായത് രേണുവിന്റെ തനിനിറം വീണ്ടും പുറത്ത് എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ആര് നടത്തിയിട്ടുണ്ട്? അതായത് രേണുവിന്റെ കൂട്ടുകാരിയായ ശ്രീതു, രേണുവിന്റെ കൂട്ടുകാരിയായിരുന്നു. ഇപ്പൊ എന്തോ എനിക്കറിയില്ല, അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെയാണ് വീടിയിരുന്നത്. അതിപ്പം ഇതിന് മുമ്പേ അങ്ങനെ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് വീണ്ടും മിണ്ടുന്നു, വീണ്ടും പണങ്ങുന്നു എന്നുള്ളതാണ്. രേണുവിന്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തിരിച്ചടി കിട്ടും. അത് നമ്മൾ ഇതുവരെ കണ്ടതാണ്. അത് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാവാം. ഞാനിപ്പോൾ ഞെട്ടിയത് ശ്രീതു വെളിപ്പെടുത്തിയ ഒരു സാധനമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, നമ്മള് ഈ പറയുന്ന ബിഷപ്പ് ഫാദർ ഇത് അറിഞ്ഞു എന്ന ഇതിനകത്ത് പറയുന്നത് കണ്ടല്ലോ. ഇത്രയും ഫാദർ തന്നെ അതിനകത്ത് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഇന്നലെ ഇട്ടുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞു, ഒരു പിന്നീട് ഗൂഗിൾ പേ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ ഒരാൾക്ക് ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ 5 പ്രാവശ്യം ആലോചിച്ച് ചെയ്യണമെന്നുള്ളത്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. അത് ഫാദർ തന്നെ അതങ്ങ് മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. അതായത് ഇവിടെ പറയുന്നത് നമ്മളൊക്കെ ഈ ഫാദർ ഈ രേണു സുധിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചല്ലോ. ആ ഒരു സംഭവം ചെയ്തപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞാൻ ആ ഫാദറിനെ പൊഴുത്തിക്കൊണ്ടൊരു വീഡിയോ ഇട്ടു, ഒരു പോസ്റ്റ് ഇട്ടു. അവിടെയൊക്കെ ഈ ഫാദർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതൊക്കെ ചെയ്തതിന് ശേഷം ഈ പറയുന്ന രേണു സുധി ഫാദറിനെ തെറി വിളിച്ചുകൊണ്ടുള്ള മെസ്സേജ് ഇട്ടു എന്നുള്ളതാണ്. അതിന്റെ തെളിവാണ് അവിടെ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രേണു എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നന്ദികേട് എന്തിനെ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയ്ക്ക് ക്രൂരയാണ്, ഇത്രയ്ക്ക് എന്താ പറയുന്നത്, ഒരു കൂക്കട് ബുദ്ധി. അതായത് ഫാദറിനെ ആ സമയത്ത് ഇവിടെ പോസ്റ്റിട്ടൊക്കെ എനിക്കുണ്ട്. ഫാദർ തിരിച്ചു വന്നു, ഫാദർ നമ്മളെല്ലാം മറന്നുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിനെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുകയും അതിനോടൊപ്പം ഈ ഫാദറിനെ തന്നെ തെറി വിളിച്ചുകൊണ്ട് സ്വന്തം കൂട്ടുകാരിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. ഇത് എന്താണ്? ഇത് എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഇത് ഒരിക്കലാണോ സംഭവിക്കുന്നത്? എത്ര പ്രാവശ്യമാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് ഈ പറയുകയും തിരിച്ച് കൂടെ നിൽക്കുന്ന. അപ്പൊ ഫാദറിന്റെ കേസ് ആലോചിച്ച് വേണം. ഫാദറിനെ ഇത്രയും പരസ്യമായിട്ട് ഈ പറയുന്ന വിഷപ്പാമ്പെന്ന് വരെ വിളിക്കുന്നു, അങ്ങേരുടെ തന്തയാണോ എന്ന് വരെ ചോദ്യം. അതൊക്കെ മറന്നുകൊണ്ട് ഇവര് വിളിച്ചപ്പോൾ നേരെ പോയി ഫാദർ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഫാദറിനെ കുറ്റം പറയണമെന്നേ. മനസ്സിലായി? ഇത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഇതിനെ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇത് കേട്ടോ? ആദ്യം ആ ശ്രീതു അവള് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് വെക്കാം. ഈ ഒരു ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം രേണു ഫസ്റ്റ് കീമോ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയം, അതായത് നാളെയാണ് ഫസ്റ്റ് കീമോ എങ്കിൽ ഇന്ന് ഞാൻ രേണു നമ്മൾ സംസാരിക്കുന്നുണ്ട് വാട്സപ്പ് വഴി. അപ്പോൾ വാട്സപ്പ് വഴി രേണു എനിക്ക് ഇന്ന് വാട്സപ്പിൽ ഫുള്ളിട്ടതും ഈ പറയുന്ന ബിഷപ്പിനെ പറ്റിയിട്ടുള്ള അനാവശ്യമുള്ള കാര്യങ്ങളും കൂടാതെ അദ്ദേഹത്തെ തെറിവിളിക്കുന്ന, അങ്ങനെയാണ് മറ്റവനാണ് മറിച്ചാണെന്നൊക്കെ കുറേ മെസ്സേജ്. അത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? അതായത് ഫസ്റ്റ് കീമോയുടെ തൊട്ട് തലേ ദിവസം ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. ഈ കീമോയ്ക്കും ആഴ്ചകൾക്ക് മുന്നെയാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന ഫാദർ വന്നവിടെ പ്രാർത്ഥിക്കുന്നത്. കഷ്ടം രേണു, പറയാതിരിക്കാൻ പറ്റില്ല. കഷ്ടം. ഇങ്ങനെയും കൂടെ നിൽക്കുന്നവരെ, നിങ്ങളെ സഹായിക്കുന്നവരെ ഇങ്ങനെയും നിങ്ങൾ ചതിക്കാതിരിക്കുക, ഇങ്ങനെ പ്രാകാതിരിക്കുക. ദൈവകോപം കിട്ടത്തില്ലേ? ഈ കിട്ടിയതൊന്നും പോരെ. എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾ എനിക്ക് ഇത്രയ്ക്കും ക്രൂരയാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇത് കാണിക്കുന്നത് എല്ലാം ഈ ഫേക്ക് ആണോ? താങ്കൾ ഈ സമൂഹത്തിനോട് വന്ന് ഇപ്പോഴും കാണിച്ചിട്ട് ഈ ഒരു അസുഖം വരുന്നപ്പോഴെങ്കിലും താങ്കൾ കുറച്ചെങ്കിലും മാറുമെന്ന് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു. എനിക്ക് തോന്നുന്നില്ല ഒരു തരിയെങ്കിലും നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത്. ആലോചിച്ച് നോക്കണേ, കീമയ്ക്ക് തൊട്ട് തലേ ദിവസമാണ്. മനസ്സിലായോ? ആ മെസ്സേജ് ഇവിടെ അയച്ചിരിക്കുന്നത്. അതായത് ഒരാഴ്ച മുമ്പ് ഈ ഫാദർ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഫാദർ വന്ന് ഇവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാം മറന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഫാദറെ പ്രവർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവിടെ പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നത് തെറി വിളിച്ചുകൊണ്ടുള്ള ഇതിടെയാണ്. ഫാദറിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടുള്ള സാധനം ഇടയാണ്. കഷ്ടം.
അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ ഒരു കീമോയ്ക്ക് പോകുന്നതിന് മുന്നും ഈ പറയുന്ന രേണുവിന്റെ വീട്ടിൽ ബിഷപ്പ് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. രേണു ഇവിടെ അല്ല, ദുബായിലായിരുന്നു ആ സമയത്ത്. സുധിച്ചേട്ടന്റെ ആണ്ട് അതിന് വേണ്ടിയിട്ട് ബിഷപ്പ് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും രേണു ഇവിടെ വന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ കീമോയുടെ തലേ ദിവസമാണ് വീണ്ടും എന്റെ അടുത്ത് തെറി പറയുന്നത് ബിഷപ്പിനെ പറ്റി. ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്ത് വിളിച്ച് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങനെ മനസ്സിലായോ? കീമോയുടെ തലേ ദിവസം വരെ ബിഷപ്പിനെ തെറി വിളിച്ചിട്ടാണ് കീമോ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എവിടെ വിളിച്ച് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞു എന്നാ പറയണത്. രേണു ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ബിഷപ്പ് എനിക്ക് തോന്നുന്നു മേ ബി അവർ തമ്മിൽ മിണ്ടി സംസാരിച്ചതിന് ശേഷം രേണുവിന്റെ കുടുംബമായിട്ട് ആ ഒരു അടുപ്പത്തിലേക്ക് വന്നതിന് ശേഷം മേ ബി അവർ കുറച്ചുകൂടെ അറ്റാച്ച് ചെയ്യുകയും കൂടാതെ ഈ സംസാരിക്കുകയും ഈ പറയുന്ന അസുഖത്തെ പറ്റി സംസാരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് അവർ മീൻസ് ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. സ്റ്റിൽ രേണുവിന്റെ മനസ്സിനെ അല്ല ഞാൻ പറയണേ, രേണുവിനെ അല്ല ഞാൻ പറയാൻ കേട്ടോ. അതായത് അവരുടെ ഫാമിലിയുമായിട്ട് അത്രയും നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതിനുശേഷം ഞാൻ ബിഷപ്പിനെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ആയിട്ട് വിളിച്ച് പറഞ്ഞു രേണു ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഷപ്പിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് മോളെ ഇപ്പോഴും എന്നെ പറ്റി അങ്ങനെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടെ അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു കേസ് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ബിഷപ്പ് പറഞ്ഞു മോളെ ഇപ്പോഴും അങ്ങനെയാണോ സംസാരിക്കുന്നത്? അതെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബിഷപ്പിനെ അപ്രീഷിയേറ്റ്, എന്നിട്ടും ഇത്രയും പറഞ്ഞു, താങ്കൾ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷവും താങ്കളെ തെറി വിളിക്കുന്നു. അതിന് ശേഷവും താങ്കൾ എന്ത് ചെയ്തു? അവരെന്തോ ആയിക്കോട്ടെ, എത്ര ദുഷ്ടശ്രീ ആയിക്കോട്ടെ, എത്ര എന്നെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, എന്നെ തെറി വിളിച്ചതൊക്കെ ഞാൻ മറന്നുകൊണ്ട് പുള്ളി അവിടെ പ്രാർത്ഥിക്കും. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ താങ്കളെ വിമർശിക്കാൻ കാരണം അതിന് വേണ്ടിയിട്ട് ആ പാവം പിടിച്ച ആ പയ്യന്റെ ഭാവി തുലയ്ക്കുന്ന രീതിയിൽ ഫാദർ പറഞ്ഞത് വളരെ വളരെ മോശമാണ്. അത് ഒരിക്കലും നമുക്ക് ഫാദറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് കളയാൻ പറ്റില്ല, അതിനെ കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ല. കാരണം ഫാദറിനെ പോലെ ഒരാള് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഫാദറിനെ ആരാണ് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതെന്നും ഇനി ഞാൻ പറയുന്നില്ല, അത് അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. പല അടവുകളും നോക്കി അവസാനം ഫാദറിനെ കൊണ്ട് പറയിപ്പിച്ചു എന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഫാദർ പെട്ടെന്ന് വന്ന് ഇങ്ങനെ ഒരു സംഭവം പറയേണ്ടതായിട്ട് എനിക്കറിയില്ല. കാരണം ഫാദറിനെ ഇതുവരെക്കിട്ടും ഒരു വാക്ക് കൊണ്ട് പോലും ഒരു നോട്ടം കൊണ്ട് പോലും ഫാദറിനെ നല്ലതല്ലാതെ ഒരു ചീത്ത പോലും അവൻ പറഞ്ഞിട്ടില്ല. അവനെയാണ് ഇങ്ങനെ എടുത്ത് എറിഞ്ഞത്. ഇപ്പൊ ഫാദറിനെ പോലെ ഒരാൾ പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും അവൻ പണ്ടെന്തോ വലിയ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആൾക്കാർ വിശ്വസിക്കുമെന്നുള്ളതാണ്. അപ്പോ എനിക്ക് പറയേണ്ടത്, ബിഷപ്പ് ഈ പറയുന്ന രേണുവിന്റെ കൂടെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ബിഷപ്പിന് രേണുവിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു ശത്രുത മാറി ഇപ്പൊ എങ്ങനെയാണ് അവർ ഒന്നായത്, ബിഷപ്പ് എന്തുകൊണ്ട് ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ ടോക്കില് ഈ പറയുന്ന ഇവൻ എന്താണ് കിച്ചുവിന്റെ പേര് വന്നിട്ടില്ല. ഒരിക്കൽ പോലും നമ്മൾ കിച്ചുവിനെ പറ്റി സംസാരിക്കേണ്ട വന്നിട്ടില്ല നമുക്ക്. അപ്പോ എന്തുകൊണ്ട് ഇപ്പൊ ബിഷപ്പ് കിച്ചുവിനെതിരെ തിരിഞ്ഞു, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ ഇടയിൽ സംസാരിച്ച് ബിഷപ്പിന്റെ മനസ്സ് മാറ്റിയത്, അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരാണ് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല, ക്ലിയർ ഇല്ല. കാരണം ഞാൻ സംസാരിച്ചിട്ടില്ല. ബിഷപ്പ് ഇപ്പൊ ഈ റീസെന്റ് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തതിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാരണം ഇത് രേണു അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നത്, പക്ഷെ അതിൽ കിച്ചുവിനെ പറഞ്ഞതിൽ മാത്രമാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതികരിക്കുന്നത്. കിച്ചുവിനെ പറയാനായിട്ട് ഈ ഒരു ഒറ്റ മാസത്തിൽ ബിഷപ്പിന്റെ മനസ്സിൽ കിച്ചുവിനെ പറ്റിയുള്ള അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ബിഷപ്പ് ഇത്രയും വലിയ രീതിയിൽ സംസാരിക്കണമെങ്കിൽ ബിഷപ്പിന് തീർച്ചയായിട്ടും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, വളരെ കൃത്യമാണ് അല്ലേ? അതായത് ഇവർ പറഞ്ഞ അല്ലെങ്കിൽ ശ്രീയുത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരായിട്ട് കേസ് കൊടുത്തില്ല. ഇവർക്കെതിരായിട്ടല്ല, മറ്റേ സജീനയോ ആ വിഷപ്പാമ്പ് എന്ന് വിളിച്ചതിന് വെച്ച് കേസ് കൊടുത്തു. ഈ പറയുന്ന ഇതൊക്കെ വന്നത് ഇവർ മാപ്പ് പറഞ്ഞ് ആ കേസ് ഒഴിവാക്കാൻ വേണ്ടി പോയി. അതിനുശേഷം ഇവർ സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും കിച്ചുവിനെ ഈ പറയുന്ന ബ്ലെയിം ചെയ്തുകൊണ്ടോ കിച്ചുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ കിച്ചുവിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവരാരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇവരാരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുട്ടി പറഞ്ഞതനുസരിച്ച് ഒരു 2-3 ആഴ്ചക്കിടയിലാണ് രേണുവുമായിട്ട് പിരിഞ്ഞത്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോ അതുവരെ നമ്മൾ ഈ കിച്ചുവിന്റെ വിഷയമേ പരാമർശിച്ചിട്ടില്ല, കിച്ചു ചെയ്യുന്നത് തെറ്റാണെന്ന് പരാമർശിച്ചു. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ ഫാദറിന്റെ മനസ്സിലേക്ക് ഈ കിച്ചുവിന്റെ കുറ്റം കുത്തി കയറ്റിയത് ആര് എന്നുള്ളതാണ്. മനസ്സിലായത്? അതിനർത്ഥം മറ്റാരുമല്ല. ഇപ്പോ ആദ്യം ഇവർക്ക് ഈ ഫാമിലിയുമായിട്ടായിരുന്നു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോ രേണു സുധിയുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായി കാണും. അതിനുശേഷം ഈ പറയുന്ന ഫാദറിന്റെ മനസ്സിലേക്ക് ഈ ഒരു സാധനം കുത്തിക്കയറ്റിയത് രേണു ആൻഡ് അവരുടെ ഫാമിലി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അവനിപ്പോ എന്താണ് ഈ പറയുന്ന ഒരു ഓൺലൈൻ പിന്നെ എന്തോ ബിസിനസ് ഉണ്ട്, അവൻ ഒരുവിധം രക്ഷപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത്
അത് അവർക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് ഇനിയിപ്പോൾ അവന് കുറെ പ്രൊമോഷൻ, അവൻ ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓർഡർ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, കാരണം ഇവിടെ ഇവരെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി തൊലഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ, ഒരു പയ്യനാണ്. അവൻ നേരെ അവന്റെ വീട്ടിലേക്ക്, കൊല്ലത്തേക്ക് അവൻ മാറിയപ്പോൾ അവന് എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അവന്റെ കൂടെ വരുന്നു. എനിക്ക് ഉദാഹരണം പറയാം, ഇപ്പം ആദ്യമായിട്ട് അവരൊരു ഷോപ്പ്, ഒരു ഓൺലൈൻ ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവരുടെ ഫാമിലി ഉണ്ട്, അവരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന അവരാണെന്ന് തോന്നുന്നു, ഇതിന്റെയൊക്കെ ഐഡിയ കൊടുക്കുകയും ഒക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത അവരുടെ ഇതാണെന്ന് തോന്നുന്നു. അവര് ഇന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി ഞാൻ ഇവിടെ വെക്കാം. അച്ഛൻ പറയുന്നത് കുറെ ആൾക്കാർ വിശ്വസിക്കും. പള്ളിയിലെ അച്ഛൻ പറയുമ്പോ ആളുകൾ അത് വിശ്വസിക്കണേ. അന്ന് ഈ പള്ളിയിലെ അച്ഛൻ പറഞ്ഞ വീഡിയോ അവിടെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്ക്. അന്ന് രേണുവിനെ ഇനി പറയാൻ ബാക്കിയൊന്നും, അപ്പനെ പറയാനും ബാക്കിയില്ല. ഈ രേണു ഈ അച്ഛനെ അയാളെന്നൊക്കെ പറയാം എന്ത് മോശമായിട്ടാ പറഞ്ഞിരുന്നത്. ഈ അച്ഛൻ അവർക്കെതിരെ നോട്ടീസ് അയച്ചു. എന്തിനായിരുന്നു നോട്ടീസ് അയച്ചത്? അവർക്ക് ഈ വീട് കൊടുത്തതിൽ ലജ്ജിക്കുന്നു, അവരിപ്പോ ഈ കിടന്ന് കാറ്റിക്കൂട്ടണ എന്ന് ഏത് ലെവലിൽ. അന്ന് കിച്ചുവിനൊന്നും പറ്റി പറഞ്ഞില്ല. അച്ഛൻ പറയുന്നുണ്ട് കിച്ചുവിനും മൃതപ്പനെയും വിചാരിച്ചിട്ടാണ് ആ വീട് വെച്ചത്. ചിലപ്പോ ആളെന്തിനാ പറയുന്നത്, ചിലപ്പോ ഇവരുടെ വയ്യായും ഇതൊക്കെ കണക്കിലെടുത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്തോട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ, അവരെ ദൈവത്തിന്റെ ഒരു പുത്രി എന്ന നിലയിലൊക്കെ സ്വീകരിച്ചോട്ടെ. പക്ഷെ അതിനു വേണ്ടി അവരുടെ കിട്ടാൻ വേണ്ടി, അവരുടെ സ്നേഹം സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒന്നും അറിയാത്ത ഈ ഒരു കിച്ചുവിനെ ചവിട്ടി താത്തിയും മോശക്ക എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ അല്ല, പണ്ട് മറ്റേ നമ്മൾ മൂക്കോളം ഒളിപ്പിച്ച് നടന്ന കാര്യം ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഓക്കെ, അവരുടെ ഭാഷയിൽ തന്നെ, അവരുടെ സംസാരത്തിൽ തന്നെ വളരെ വളരെ ദേഷ്യമുണ്ട് ഫാദറിന്. കാരണം ഇവരിപ്പോ അവരുടെ മകനെ പോലെ കൊണ്ടുവരികയും അവനൊന്നൊരു ഭാവിയിൽ നല്ല രീതിയിൽ എത്തണമെന്ന് ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല സഹായം കിച്ചുവിന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഫാദർ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവും, ആ ഒരു ദേഷ്യം ഒക്കെ ഉണ്ടാവും. കാരണം ഫാദറിനെ പോലെ ഒരാൾ പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തും, മറ്റുള്ളവർ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? അതുമല്ല, ഇവർ ഇതിനകത്ത് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ രേണുവിനെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുകയോ അവരെ മഹത്വവൽക്കരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, ഒന്നും ഒരു പ്രശ്നമില്ല. അതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ കേസില്ല, അതിന് വേണ്ടിയിട്ട് ആ കിച്ചുവിന്റെ തലയിൽ അവനെ എന്തിനാണ് മോശം പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് ഫാദർ ഞാൻ വീണ്ടും 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 എടുത്തു പറയാണ്. അത് അവിടെ ഫാദറിന് ഏറ്റവും വലിയൊരു തെറ്റാണ് പറ്റിയിരിക്കുന്നത് എന്നുള്ളത്. ബാക്കി ഇവിടെ കേൾക്കാം. നല്ലൊരു ഇടയൻ എന്താ ചെയ്യാ, ഈ വക കാര്യങ്ങളൊക്കെ വിളിച്ചു കൂടി പറയൂ. അന്ന് അച്ഛനോട് നമുക്ക് റെസ്പെക്ട് ആയിരുന്നു, ആൾ പറഞ്ഞ കാര്യങ്ങളോട്. ഇത്രയും നല്ലൊരു അച്ഛനോട് അവർ എങ്ങനെ പറഞ്ഞു. പക്ഷെ ഇന്ന് അത് മൊത്തം പോയി. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ അജിതാമോ ആ അച്ഛൻ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്തേലും പറഞ്ഞാലും നമ്മൾ കിച്ചുവിനൊപ്പം തന്നെയാണ്. നമുക്ക് വേണ്ടത്. കാരണം ആളിനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ആള് നല്ലൊരു കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ആളിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആള് പറയണത് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അത് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുണ്ടാവുക. നിങ്ങളൊരു കാര്യം പറഞ്ഞു, എനിക്ക് ആ അച്ഛന്റെ വീഡിയോ കണ്ടപ്പോൾ എന്റെ കലിപ്പ് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ കൂടെ നടക്കുന്ന ഒരു രേണുവിനെ വിറ്റിട്ടാണ് ആ ചാനൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അത് രേണുവിന്റെ കൂടെ നടക്കുന്ന ഒരു ചാനലാണ്. ഞങ്ങൾ ശരിക്കും റിയാക്ഷൻ വീഡിയോ അങ്ങനത്തെ ആൾക്കാരുള്ള ആൾക്കാരാ. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളിപ്പോ കാണിച്ചു തന്ന വോയിസിലും അതിലൊക്കെ ആൾക്കാർ കരയാണ്. കിച്ചുവിന്റെ കാര്യം പറഞ്ഞ് അത് കാണുമ്പോ കേൾക്കുമ്പോ വിഷമിക്കാണ്, കരയാണ്. ഓക്കെ, ഇത് അവരുടെ വിഷമമാണ് അവർ പറഞ്ഞത്. ഓൺലൈൻ മറ്റേ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവരാണ് ഈ പറയുന്ന കിച്ചു മലയുടെ ഈ ഒരു പ്രശ്നം ഒരുപാട് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് അവര് തന്നെയാണ് ഈ ഫാദറിന് എഗൈൻസ്റ്റ് ആയിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളത്. മനസ്സിലായോ? അവര് തന്നെയാണ് ഇപ്പൊ നേരെ വന്നിട്ട് ഫാദറിനെ കൊണ്ട് തന്നെ കിച്ചുവിനെതിരെ വീഡിയോ ചെയ്യിപ്പിച്ചത്. അവരാണ് ഈ അടിക്ക് മൊത്തം കാരണത്താണ്. അതായത് ഇവര് പറയും പോലെ ഒരു പരിധി വരെ രേണുവിനെ വിറ്റ് ജീവിക്കുന്നത് അവരാണ്. ഇവര് തന്നെയാണ് ഈ രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കില്. ഞാനത് അപ്പൊ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരിക്കൽ ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കി, ഇപ്പൊ പെട്ടെന്ന് ഇവരുടെ ഒരു പോസ്റ്റ്, കാരണം ഈ മെയിൻ സ്ട്രീം ഉണ്ടോ അങ്ങനത്തെ ആണല്ലോ, അവര് ഈ രേണുവിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്താ കാണുന്നത്. ടപ്പനെ ഞാൻ ഒരു പോസ്റ്റ് ഒരു 1.5 മാസം അതിന്റെ ഫോണിൽ കാണും. അപ്പൊ ആ പോസ്റ്റ് വായിച്ചപ്പോൾ ഞാൻ നോക്കില്ല, ഭയങ്കരമായിട്ട് ഇവരെ ഈ പറയുന്ന രേണു ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ്. കാരണം ന്യായീകരിക്കാൻ ഒന്നുമില്ല ആ സമയത്ത് ഇവരെ രേണുവിനെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഇട്ടപ്പോ അപ്പൊ തന്നെ എനിക്ക് വണ്ടടിച്ചു, ഇവരിങ്ങനെ പോസ്റ്റ് ടപ്പനെ അതിന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. പക്ഷെ ഒരു 10 മിനിറ്റ് ആയി അതിന് ആ പോസ്റ്റ് ഡിലീറ്റ് ആയി ചെയ്യപ്പെട്ടു എന്നുള്ളത്. തപ്പി എന്റെ ഫോണിലുണ്ട്, അതൊരിടത്തും പോകത്തില്ല, എന്റെ ഫോണിൽ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരിത് വെച്ച് നല്ലവണ്ണം കളിക്കുന്നു. എനിക്ക് ഫാദറിനോട് വീണ്ടും പറയാനുള്ളത്, പ്രാർത്ഥിച്ചോളൂ ഫാദറെ, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചോളൂ. എന്നും പോയി അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുമോ, അല്ലെങ്കിൽ ഫാദറിന്റെ പ്രാർത്ഥനയിൽ അവർക്ക് നല്ലൊരു പങ്ക് കൊടുക്കും. ആ ഒരു അസുഖം അവൾക്ക് മാറി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. മനസ്സിലായോ? അമിതമായി ഫാദർ ആരെയും വിശ്വസിക്കരുത്. ഫാദറിന്റെ ജോലി ചെയ്യുക, വരിക. അവർ പറയുന്നതോ
അവർ പറയുന്നത് കേട്ട് തുള്ളാനോ നിൽക്കരുത് എന്നുള്ളത്. സാധാരണ ഒന്നല്ല രണ്ടല്ല ഒരുപാട് പിന്നെ എന്താണ് ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ക്ഷമിച്ച് ഇത്രയും പുറത്ത് താങ്കളെ ഇത്രയും തെറി വിളിച്ചതിന് ശേഷവും താങ്കൾ അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷവും താങ്കളെ കുറിച്ച് തെറി പറയാനുള്ള ഒരു മനസ്സുള്ള ഒരാളാണ് എങ്കിൽ ഒരു കാലത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇപ്പൊ അവരെ കൂടെ നിൽക്കുന്ന ആരോ ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്നവരെയെല്ലാം എനിക്കറിയാം പണങ്ങൾ കൊണ്ട് ഇങ്ങനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നന്മകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അവർക്ക് ഡെയിലി അവരെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അവർക്ക് ഡെയിലി പൈസകൾ ഇട്ട് കൊടുത്താൽ അവരെ കുറിച്ചൊക്കെ നല്ലത് മാത്രം പറയും എന്ന് നീ അത് നിർത്തും. കൂടെ നിൽക്കുന്ന എല്ലാവരുടെ ഞാൻ പറയുന്ന ഒരു കേസ്, എന്ന് നീ അത് നിർത്തും, എന്ന് നീ അവന് എതിരായിട്ട് ഒരു വാക്ക് പറയും, അന്നത്തോടെ തീരും. അന്ന് നിന്നെ ഏറ്റവും വലിയ ശത്രു ഈ പറയുന്ന സഹായിച്ചവനായിരിക്കും അല്ലെങ്കിൽ സഹായിച്ചവളായിരിക്കും എന്നുള്ളതാണ്. അതിന് നമ്മൾക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എണ്ണി 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 പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്ന ഉദാഹരണമാണ് ഇത്. ഒരിക്കൽ തെറി പറയുന്നു, വിശപ്പാപ്പെന്ന നീ എന്റെ തന്തയാണോടാ, ഇങ്ങേർക്ക് വേറെ കുടുംബമുണ്ട്, ഇങ്ങേരെ കുടുംബത്തിലുള്ള സ്വത്തുക്കളെല്ലാം ഇങ്ങനെ മനഃപൂർവ്വം പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഗേ ആണ് എന്നു വരെ ഈ ഫാദറിനെ പോലെ ഒരു വൈദികനെ പറ്റി ആരും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതൊക്കെ മറന്നുകൊണ്ട് ഫാദർ എന്ത് ചെയ്യുന്നു? നേരെ പോയി പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, അവളുടെ പിന്നീട് അസുഖം മാറാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുന്നു. അതിനുശേഷം കീമയ്ക്ക് പോകുന്നതിന് തലേ ദിവസം വരെ ഫാദറിനെതിരായിട്ട് ഇതുപോലെ തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് അതിനുശേഷം ഒരുമായിട്ട് ഉടക്കാണ്, അതുകൊണ്ട് ഇവൾക്ക് കിട്ടിയില്ല. അപ്പോ അവളുമായിട്ട് ഈ പറയുന്ന രമ്യതയിലില്ല അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ളവരടുത്ത് അത് ഇപ്പോഴും ഇത് തന്നെയായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് തന്നെ ഞാൻ അവനെ കുറ്റം പറയിപ്പിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് തന്നെ ഞാൻ തിരുത്തി പറയിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതവൾ സാധിക്കുകയും ചെയ്തു. എന്നെ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് എന്നെ ഇപ്പൊ പുകഴ്ത്തുകയാണ് ആര്? ഈ പറയുന്ന ഫാദർ. അതുപോലെ എന്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ എന്താണ് ഇപ്പം എന്റെ മകന്റെ ഭയങ്കര പണ്ട് ഫാദറും നല്ല രീതിയിൽ അവന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഋതപ്പനും കിച്ചുവിനും വേണ്ടിയിട്ട് ഞാൻ ഈ വീട് കൊടുത്ത് എവിടെ നോക്കിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞില്ല. ആ നാവ് കൊണ്ട് ഫാദറിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഫാദർ ചിന്തിക്കാനുള്ളതാണ്, ഈ നാവ് കൊണ്ട് പരോക്ഷമായെങ്കിലും ഫാദറിനെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഫാദർ അല്ലാതെ ഒരിക്കലും അത് പറയത്തില്ല. അതാണ് ശ്രീതു ഇവിടെ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംഭാഷണത്തിലോ നമ്മുടെ കോൺവെർസേഷനിലോ ഒരിക്കലും കിച്ചുവിന്റെ ഭാഗത്ത് ഒരു കുറ്റം അടിച്ചേൽപ്പിക്കുകയോ കിച്ചുവിനെ പറ്റി സംസാരിക്കുകയോ അവനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നപ്പോ ഇപ്പോ ഈ ഒരു 2 ആഴ്ച കൊണ്ട് എങ്ങനെയാണ് ഫാദറിന്റെ മനസ്സിലേക്ക് കിച്ചുവിനോടുള്ള ഒരു വിദ്വേഷം കടന്നു കൂടിയത് എന്നുള്ളത്. ഫാദറിനെ കൊണ്ട് കള്ളം വരെ എങ്ങനെ പറയിപ്പിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ഫാദർ പറയുന്നു അവിടെ വന്ന് അവൻ ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നു. എനിക്കറിയില്ല അവിടെ വന്നവൻ എന്ത് ബഹളമാണോ, അവന്റെ വീടാണ്, അവിടെ വരല്ലേ എന്ന് ഫാദറിന് പറയാൻ പറ്റത്തില്ല. കാരണം അവന്റെ വീടാണ്. അവന്റെ വീട്ടില് അവന്റെ അനിയനെ കാണാൻ വരുമ്പോൾ അവിടെ എന്ത് ബഹളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും പിന്നെ സഹായം എടുക്കണമല്ലോ. സഹായം കൊടുക്കുന്നവർ കൊടുത്തോളൂ, പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോളൂ, എന്തോ ചെയ്തോളൂ. ഇത് മനസ്സിൽ ഇരിക്കുക മിതമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ, കാരണം അതാണ് ഒന്നല്ല രണ്ടല്ല എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഇതുവരെ സഹായിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം തിരിച്ചടികളെ കിട്ടിയിട്ടുള്ളൂ എന്ന്. ഞാൻ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞത് സീമാജി നായർ പാവം ഈ പറയുന്ന ക്യാൻസർ രോഗികൾക്കെല്ലാം അവരെയും കൂടി അവർ പല രീതിയിൽ സഹായിക്കുന്നു. ഇനി അവരെയും കൂടി കുറ്റം പറയരുത് എന്നുള്ളത് നമ്മുടെ അഭിപ്രായം. മോശം കമ്മിറ്റി കൊടുക്കണം. ശരി.